എടാ, ഈ ഒരൊറ്റ ചിന്തയാണ് നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ തകർത്ത് കളയുന്നത്. എല്ലാവരും എന്നെക്കാളും എത്രയോ മുൻപാണ് പണത്തിൻ്റെ കാര്യത്തിൽ, ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിൽ, സക്സസിൻ്റെ കാര്യത്തിൽ, ഫാമിലിയുടെ കാര്യത്തിൽ, ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ. പക്ഷെ നമ്മൾ മറക്കുന്ന ഒരു കാര്യമാണ് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റോറി ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം. ഒരു 22 വയസ്സിലും ജോലിയൊക്കെ കിട്ടി സെറ്റിൽ ആവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ 35-ാമത്തെ വയസ്സിലും ഒന്നും ആകാതെയും അന്വേഷണത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. 40കൾക്ക് ശേഷം സക്സസ് കണ്ടെത്തി പിടിക്കുന്ന ആളുകളുണ്ട്. ഒരു അമ്മയെ സംബന്ധിച്ച് ഒരു മാരേജും കുട്ടികളൊക്കെ വളർന്നതിന് ശേഷം ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെ ടൈമിംഗ് ഡിഫറെൻ്റ് ആവുന്നത് ഫെയിലിയർ ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് 2 ചെടികളുടെ കാര്യം എടുക്കാം. ദിവസങ്ങൾക്കുള്ളിൽ പൂവിടുന്ന ഒരുപാട് ചെടികളുണ്ട്. പക്ഷെ വർഷങ്ങൾ എടുത്തിട്ട് ഒരുപാട് കായ്ക്കുന്ന വലിയ മരങ്ങളായിട്ട് മാറുന്ന പല ചെടികളുണ്ട്. രണ്ടും അടിപൊളിയല്ലേ? രണ്ടും സക്സസ്ഫുൾ അല്ലേ? ദെയർ ടൈമിംഗ് സിംപ്ലി ഡിഫറെൻറ്റ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ്, ഒരുപാട് ലൈഫ് സ്റ്റൈൽസ്, ലക്ഷറി ലൈഫ്, മേക്കപ്പ്, വെക്കേഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരാരും അവരുടെ സ്ട്രെസ്, ഫെയിലിയർ, ലോൺലിനെസ്, അവർ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സുകൾ ഇതൊന്നും ആരും എക്സ്പ്രസ് ചെയ്യാറില്ല. 1 മിനിറ്റ് 2 മിനിറ്റ് കാണുന്ന ഒരു ഹൈലൈറ്റ് വീഡിയോ വെച്ചിട്ട് ഒരാളുടെ ലൈഫിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് നമ്മളോട് തന്നെ കമ്പയർ ചെയ്യാം. ഇന്നലത്തെ നമ്മളെക്കാളും 1% ഇമ്പ്രൂവ്മെന്റ് ഇന്നത്തെ നമ്മൾക്കില്ലേ എന്ന്. ഇന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, നേരത്തെ എണീക്കുന്നു, ദേഷ്യം കൺട്രോൾ ചെയ്യുന്നു, സമാധാനത്തിൽ ജീവിക്കുന്നു, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ദാറ്റ് ഈസ് പ്രോഗ്രസ്. സോ നമ്മുടെ ജേർണി യൂണീക്കാണ്, നമ്മുടെ സ്റ്റോറി യൂണീക്കാണ്, നമ്മുടെ ടൈമിംഗ് യൂണീക്കാണ്. എന്നാണോ നമ്മൾ കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുന്നത്, അന്ന് തൊട്ട് നമ്മളുടെ ഗ്രോത്ത് ആരംഭിക്കും, കോൺഫിഡൻസ് ആരംഭിക്കും, സമാധാനം ആരംഭിക്കും. എടാ, പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പൂക്കൾ, പല വലിപ്പത്തിലുള്ള പൂക്കൾ, പല തരത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അവർ ഓരോരുത്തരും അവരവരുടെ മാക്സിമം കൊടുത്തുകൊണ്ടാണ് ഓരോ സീസണിലും ഓരോ ടൈമിലും അവർ പൂക്കുന്നത്. ഒരു കമ്പാരിസൺ വെച്ചിട്ടോ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടോ അല്ല. ദാറ്റ്സ് ഇറ്റ്.